ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു പ്രോപ്പർ വ്ളോഗൊന്നുമല്ല. പ്രോപ്പർ വ്ളോഗല്ല മീൻസ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗല്ല, എന്നാൽ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ഒരാഴ്ചത്തെ കുറേ വിശേഷങ്ങളുണ്ട്. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 2025 ഏപ്രിൽ 21 തിങ്കളാഴ്ചയാണ്. അപ്പോൾ 2 പേർക്കും ക്ലാസ് ഉണ്ട്. അപ്പോൾ 2 പേരെയും സ്കൂളിൽ വിടേണ്ട ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചോറ് വെക്കുന്നുണ്ട്. അപ്പോൾ ചോറും വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തലേ ദിവസം കുതിർത്തി വെച്ചിട്ടുള്ള ചെറുപയറും വേവിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചെറുപയറും ചുരക്കയും കൂടി ഒരു കറിയും തൈരും പപ്പടമാണ് ഉച്ചയ്ക്ക് ലഞ്ചിന് ഞാൻ കൊടുത്തു വിടുന്നത്. പിന്നെ ഞാൻ പാൻ കേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. സ്നാക്സ് ആയിട്ട് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് സെറ്റാക്കി കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കൊടുത്തു വിടാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അതിൽ പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം, പിന്നെ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും വേണം. കഴിയുന്നതും ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ കൊടുത്തു വിടാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം നമ്മൾ വീട്ടിൽ വന്ന് ഇപ്പോൾ ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും അവരെന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ എടുത്ത് കഴിക്കും. അപ്പോൾ എല്ലാ നേരവും ജങ്ക് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് മെയിൻ ഫുഡുകൾ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ അവർ അത്രയും റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫുഡുകൾ, ഇപ്പോൾ പാസ്ത ആണെങ്കിലോ നൂഡിൽസ് ആണെങ്കിലോ അത് കുറച്ച് ഹെൽത്തി ആയ രീതിയിൽ ഉണ്ടാക്കിയിട്ട് അതും വെച്ച് കൊടുക്കാറുണ്ട്. കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ നമുക്ക് ടൈം മാനേജ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ള മെനു അതെന്താണെന്നുണ്ടെങ്കിലും അത് ആദ്യം തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. പിന്നെ കുറച്ച് മീൽ പ്രിപ്പറേഷൻസും കൂടി ആയിക്കഴിഞ്ഞാൽ അതാവുമ്പോൾ നമുക്ക് ആ ഒരു ലാസ്റ്റ് മിനിറ്റ് റഷൊക്കെ ഒഴിവാക്കാം, കുറേ ടൈം ലാഭിക്കാം. പിന്നെ മാത്രമല്ല നമുക്ക് ഹെൽത്തി ആയിട്ട് നല്ല നല്ല ഓപ്ഷൻസ് അവർക്ക് കൊടുത്തു വിടാനും പറ്റും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുക നമുക്ക് വയ്യാണ്ടാവുമ്പോഴാണ്. അത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. പപ്പടം എന്ന് പറയുന്ന സാധനം അത്ര ഹെൽത്തി ഓപ്ഷനൊന്നുമല്ല, പക്ഷേ കുട്ടികൾക്ക് തൈരിൻ്റെ കൂടെ പപ്പടം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അത്യാവശ്യം ഫുഡ് കഴിച്ചോളും. അപ്പോൾ അത് കാരണം 1-2 പപ്പടം ജസ്റ്റ് പൊടിച്ചിട്ട് അതും വെച്ച് കൊടുക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കുട്ടികളുടെ സ്നാക്ക് ബോക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അത് നല്ല ക്രിയേറ്റീവായിട്ടൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന വീഡിയോസിലൊക്കെ കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പീസും അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ടും ഒക്കെ സെറ്റ് ചെയ്യുന്നത് കാണിക്കാം. ഇഷുവിനെയും മാധവനെയും സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പരിപാടികളും നടക്കുന്നത്. എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള പ്രൊമോഷൻ വർക്ക്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ്. ഇന്നപ്പോൾ ഇഷു ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോയത് കാരണം തന്നെ ഈവനിങ് ഞാൻ അവൾക്ക് സ്പെഷ്യലായിട്ട് ഒരു കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളുടെ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കാണ്, ബേൺഡ് കേക്ക് എന്നൊക്കെ പറയും. ഇത് ഭയങ്കര വൈറലായിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇത് കുറേ കാലം ഞാൻ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. റെസിപ്പി ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഷെയർ ചെയ്യാം. അന്ന് ഞാൻ പിന്നെ ആ വീഡിയോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു, പിന്നെ അത് എടുക്കാൻ മറന്നുപോയി. ഇതിപ്പോൾ ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത് സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ ഇന്ന് എനിക്ക് കുറച്ചധികം പണിയുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഇന്നൊരു വിശദമായ ഒരു ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മെയിൻ പരിപാടി ഇതാണ്. നമ്മൾ മുന്നേ ഒരു ഷോർട്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പെയിൻറ്റ് വാങ്ങിക്കാൻ പോകുന്നത്. കുറേ കാലമായിട്ടുണ്ടായിരുന്നു വീട് പെയിൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കാരണം കുട്ടികൾ അത്യാവശ്യം വരച്ചിട്ടും കുത്തിയിട്ടൊക്കെ ആയിട്ട് കച്ചറാക്കിയിട്ടുണ്ടായിരുന്നു. മുന്നേ ഞാൻ പെയിൻറ്റ് ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചിരുന്നത്. പക്ഷെ അത് ഭയങ്കര നഷ്ടമാണ്. കാരണം നമുക്ക് പെയിൻറ്റ് കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3.5 ലിറ്റർ, അതായത് 3.5 ലിറ്റർ കൊണ്ട് ഞാനിപ്പം ഈ ഒരു ഞങ്ങളുടെ 1 BHK അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ, അതായത് ഫുള്ള് മേലേക്ക് അത്രയും കച്ചറില്ലാത്ത കാരണം ആ ഒരു പകുതി പോർഷൻ വെച്ചിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്, അതായത് റീപെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്രയും പോർഷൻ ഒരു 22 ദിറംസിനുള്ളിൽ എനിക്ക് മൊത്തം അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 40 ദിറംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് ഒരു 1 BHK ഫ്ലാറ്റ് സുഖമായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. നാഷണൽ പെയിൻറ്റ്സിൻ്റെ VOC ഫ്രീ പ്ലാസ്റ്റിക് ഇമൾഷൻ പെയിൻ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെയിൻറ്റിങ് പരിപാടികളൊക്കെ റാഹത്തായി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഇക്ക വരുമ്പോൾ നല്ല ഫ്രഷ് ട്യൂണ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രഷ് ആയിട്ട് തന്നെ കറി വെക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ട്യൂണ കറി വെക്കുന്നത് ഞാൻ എൻ്റെ മുന്നത്തെ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ റെസിപ്പി എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, പിന്നെ അതങ്ങനെ വിട്ടുപോയി. അപ്പോൾ മീൻ കറിയും മീൻ പൊരിച്ചതൊക്കെ ആക്കി. അങ്ങനെ ഇമാദുവിൻ്റെ ആദ്യത്തെ ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. സ്കൂൾ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇത് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കേണ്ടതാണ്. ഹെൽത്തി ഫുഡ് ഡേയുടെ ഒരു വീഡിയോ ആയിരുന്നു.
അപ്പം ഞാനൊരു ടെഡി ബിയറൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് അൺഹെൽത്തി ഫുഡും ഹെൽത്തി ഫുഡൊക്കെ അവനക്ക് കൊടുത്തിട്ട് അവനത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ക്ലിപ്പ് ചെയ്യുന്നതാണ് ഒരു സംഭവം. അങ്ങനെ ആ ഒരു വീഡിയോ ഒക്കെ എടുത്തു. ശരിക്കും കുട്ടികൾക്ക് നമ്മൾ ചെറുപ്പം മുതലേ ഹെൽത്തി ഫുഡിനെ പറ്റിയിട്ടും അൺഹെൽത്തി ഫുഡിനെ പറ്റിയിട്ടും അതിൻ്റെ ആ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സിനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും കുട്ടികൾക്ക് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക അൺഹെൽത്തി സൈഡിനോട് തന്നെയാണ്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മൾ ജീവിക്കുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിപ്പോയല്ലോ. സൺഡേ നൈറ്റ് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല പൊടിക്കാറ്റൊക്കെ അടിച്ചിട്ടാണ് തോന്നുന്നു മധുവിന് അത്യാവശ്യം നല്ല പനി കിട്ടി. പിറ്റേ ദിവസം ഇഷുവിനെ ക്ലാസ്സിൽ വിട്ട് മാധുവിനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിൻ്റെ പിറ്റേ ദിവസം ഞാനും സൈഡായി. അവൻ്റെ അടുത്ത് നിന്ന് കിട്ടിയാൽ തോന്നുന്നു വൈറൽ ഫീവറായി. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞാൻ അത്ര സുഖത്തിലല്ല ഇരിക്കുന്നത്. 2-3 ദിവസമായിട്ട് നല്ല പനിയാണ്. മോനക്കും പനിയാണ്. ഇന്ന് ഞാൻ അത് കാരണം വിഷുവിന് സ്കൂളിൽ വിട്ടിട്ടൊന്നുമില്ല. വീടൊക്കെ ആകെ എന്താ പറയുക, കീഴ്മേൽ മറിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഒക്കെ ഒരു അരുവിൽ നിന്ന് ക്ലീനാക്കി തുടങ്ങണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വ്ളോഗ് എടുക്കാമെന്ന്. അതാകുമ്പോൾ കുറച്ച് മോട്ടിവേഷൻ കിട്ടും എനിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് കണ്ടാലോ. നമ്മൾ എങ്ങനെയൊക്കെ ലൈഫ് ഓർഗനൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് കൊണ്ടുനടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പം എല്ലാം കയ്യിൽ നിന്ന് പാളിപ്പോവും. പക്ഷെ എന്നാലും ശരിക്കും അത് വേണ്ടതാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ഓവറായിട്ട് പണിയെടുക്കുന്ന സമയത്ത്, അങ്ങനെയുള്ള സമയത്തായിരിക്കും നമുക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരിക. അത് ശരിക്കും നമ്മളുടെ ബോഡി നമുക്ക് തരുന്നൊരു ക്ലൂ ആണ്. റെസ്റ്റ് വേണം, നീ റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്ന ഒരു നമ്മളെ ശരീരം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി റെസ്റ്റ് എടുക്കും. അങ്ങനെ അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തളരാതെ റെസ്റ്റ് എടുത്ത് അതിൻ്റെ ടൈം എടുത്ത് ഹീൽ ചെയ്ത് നമ്മൾ ലൈഫ് റീസെറ്റ് ചെയ്ത് മൂവ് ചെയ്യുമ്പോഴാണ് ശരിക്കും ലൈഫിനൊരു മീനിങ് ഉണ്ടാവുള്ളൂ. എന്ത് ഡൗൺഫോൾ വരുമ്പോഴും നമ്മൾ മനസ്സിലെപ്പോഴും ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാക്കിയെടുക്കുക. അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ, അയ്യോ എനിക്ക് ഇനി അത് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചിന്തിക്കാതെ എല്ലാം സെറ്റാവും, നമ്മൾ ഇതിൽ നിന്ന് റിക്കവർ ആവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് റിക്കവർ ആയിരിക്കും. പനിയൊക്കെ പിടിച്ച് കിടക്കുമ്പോൾ കുട്ടികളെ ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളതൊരു ടാസ്ക്കാണ്. നമ്മൾ എത്ര കഞ്ഞിയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അവർ കുടിച്ചോളണമെന്നില്ല. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സ്നാക്കാണിത്. ഇത് അവക്കാഡോ സാൻഡ്വിച്ചാണ്. അപ്പോൾ അവക്കാഡോ ടോസ്റ്റ് എന്നാണെങ്കിൽ പറയാം. നല്ല പഴുത്ത അവക്കാഡോയിൽ കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ലെമൺ ജ്യൂസ് ഇത്ര ഇട്ടിട്ട് നന്നായി ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക. കോഴിമുട്ട കഫംകെട്ട് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ യോക്ക് ഒഴിവാക്കിയിട്ട് വൈറ്റ് മാത്രം എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ പാലും ഉപ്പും കുരുമുളകും കൂടി ചേർത്തിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഇത് ബ്രെഡിൽ വെച്ച് നന്നായി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസും കൂടി കൂട്ടി കഴിച്ചാൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുമായി, എന്നാൽ അത്യാവശ്യം നമുക്ക് രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് ഒക്കെ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സ്ലോ ആയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മളെ ചാനൽ ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും എനിക്ക് അത്രയും വാല്യുബിൾ ആണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.